എല്ലാവർക്കും ഭൂലോകം ടിവിയിലേക്ക് സുസ്വാഗതം. 1960കളിലെ അഫ്ഗാനിസ്ഥാന്റെ ഫോട്ടോകളിൽ നിറയുന്ന സമാധാനപരമായ അവസ്ഥയും പുഞ്ചിരിക്കുന്ന മുഖങ്ങളും കാണുമ്പോൾ യുദ്ധവും അഴിമതിയും കൊണ്ട് വർത്തമാനകാലത്ത് പൊരുതുന്ന ഒരു രാജ്യത്തിന്റെ ആധുനിക ഫോട്ടോകളിൽ നിന്ന് അത് ഏറെ വ്യത്യസ്തമാണ്. താലിബാന് മുമ്പുള്ള അഫ്ഗാനിസ്ഥാനിൽ 1960കളിലെയും 70കളുടെ തുടക്കത്തിലെയും അടിസ്ഥാന സൗകര്യ നിക്ഷേപവും പാശ്ചാത്യ സ്വാധീനവും വളരെ വ്യത്യസ്തമായ ഒരു സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു. അതാകട്ടെ കഴിഞ്ഞ നിരവധി പതിറ്റാണ്ടുകളായി എന്താണോ ആധിപത്യം പുലർത്തുന്നത് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തവും. താലിബാന് മുമ്പ് അഫ്ഗാനിസ്ഥാനിലെ ജീവിതം എങ്ങനെയായിരുന്നു? 1950കളും 60കളും അഫ്ഗാൻ നിവാസികൾക്ക് പ്രതീക്ഷ നൽകുന്ന സമയമായിരുന്നു. നൂറ്റാണ്ടുകളായി ആഭ്യന്തര സംഘർഷങ്ങളും വിദേശ ഇടപെടലുകളും ഈ പ്രദേശത്തെ ബാധിച്ചിരുന്നു. എന്നാൽ സമീപ ദശകങ്ങൾ താരതമ്യേന സമാധാനപരമായിരുന്നു. 1930കളിൽ പുരോഗമന ബോധമുള്ള യുവരാജാവായ അമാനുള്ള ഖാൻ അഫ്ഗാനിസ്ഥാനെ ആധുനികവൽക്കരിക്കാനും യൂറോപ്പിലേക്കുള്ള തൻ്റെ പര്യടനങ്ങളിൽ അദ്ദേഹം അവിടെ കണ്ട സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക നേട്ടങ്ങൾ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവരാനും ആഗ്രഹിച്ചു. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളോട് അദ്ദേഹം തൻ്റെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ സഹായം അഭ്യർത്ഥിച്ചു. ആധുനികവൽക്കരിക്കുന്ന അഫ്ഗാനിസ്ഥാനിലെ തന്ത്രപരമായ മൂല്യം മേഖലയിലെ താൽപ്പര്യങ്ങൾക്ക് അനുകൂലമാണെന്ന് കണ്ടപ്പോൾ ലോകശക്തികൾ സമ്മതിച്ചു. 1945നും 54നും ഇടയിൽ കാന്തഹാർ ഹെറാത്ത് ഹൈവേയുടെ നിർമ്മാണത്തിനായി അമേരിക്ക $50 മില്യൺ ചെലവഴിച്ചു. 1960 ആയപ്പോഴേക്കും അഫ്ഗാനിസ്ഥാനുള്ള US സാമ്പത്തിക സഹായം $165 മില്യൺ ആ പണത്തിൻ്റെ ഭൂരിഭാഗവും രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയായിരുന്നു. മൂലധന നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ അമേരിക്കൻ സംരംഭകർ കുറേയൊക്കെ ജാഗ്രത പാലിച്ചു. എന്നാൽ സോവിയറ്റ് യൂണിയന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. 1960 ആയപ്പോഴേക്കും USSR $300 മില്യൺ വായ്പകൾ നൽകിയിരുന്നു. 73 ആയപ്പോഴേക്കും ഈ സംഖ്യ ഏകദേശം $1 ബില്യൺ ഉയർന്നു. മേഖലയിലെ എണ്ണ പെട്രോളിയം വ്യവസായങ്ങളിൽ നിക്ഷേപിക്കാനും അവർ മടിച്ചില്ല. തൽഫലമായി മറ്റേതൊരു വികസ്വര രാജ്യത്തെക്കാളും സോവിയറ്റ് യൂണിയനിൽ നിന്ന് കൂടുതൽ സാമ്പത്തിക സഹായം അഫ്ഗാനിസ്ഥാന് ലഭിച്ചു. അഫ്ഗാനിസ്ഥാനിലെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമായ കാബൂളിലാണ് മാറ്റങ്ങൾ ആദ്യം പ്രകടമായത്. ചെളി കൊണ്ടുള്ള പരമ്പരാഗത കെട്ടിടഘടനകൾക്കടുത്തായി ആധുനിക കെട്ടിടങ്ങൾക്ക് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. നഗരത്തിൻ്റെ നീളത്തിലും അതിനപ്പുറത്തും പുതിയ റോഡുകൾ വ്യാപിച്ചു. സ്ത്രീകൾക്ക് മുമ്പ് എന്നത്തെക്കാളും കൂടുതൽ വിദ്യാഭ്യാസ അവസരങ്ങൾ ലഭിച്ചു. അവർക്ക് കാബൂൾ സർവകലാശാലയിൽ ചേരാൻ സാധിച്ചു. ബൂർഖ നിർബന്ധമായിരുന്നു. ചിലർ അവരുടെ മതസമൂഹത്തിൻ്റെ പരമ്പരാഗത യാഥാസ്ഥിതികതയുടെ അതിരുകൾ മറികടന്ന് മിനി സ്കർട്ടുകൾ ധരിച്ചു. ലോകത്തെമ്പാടുമുള്ള സന്ദർശകരെ ആ രാജ്യം ആകർഷിച്ചു. വിനോദസഞ്ചാരികൾ അവരുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും അഫ്ഗാനിസ്ഥാനിലെ മനോഹരമായ പൂന്തോട്ടങ്ങളെയും അതിശയിപ്പിക്കുന്ന വാസ്തുവിദ്യകളെയും അത്ഭുതപ്പെടുത്തുന്ന പർവ്വതങ്ങളെയും ഈ സൗഹൃദ സ്വഭാവമുള്ള നാട്ടുകാരെയും കുറിച്ച് വാതോരാതെ സംസാരിച്ചു. അമേരിക്ക, സോവിയറ്റ് യൂണിയൻ എന്നീ രണ്ട് വളർന്നു വരുന്ന സൂപ്പർ പവറുകളുടെ പണം ഒടുവിൽ വളർന്നു വരുന്ന ഒരു രാഷ്ട്രീയ തീക്കാറ്റിന് വളരെയധികം പ്രചോദനമായി. എന്നാൽ രണ്ട് സന്തോഷകരമായ പതിറ്റാണ്ടുകൾ കാര്യങ്ങൾ ശരിയായി നടക്കുന്നതായി തോന്നി. 60കളിലെ സുവർണകാലം അഫ്ഗാനിസ്ഥാൻ 70കളിലെ ആക്രമണത്തിന് വഴിയൊരുക്കുന്നു. 78ലെ വസന്തകാലത്ത് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് അഫ്ഗാനിസ്ഥാൻ PDPI രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് മുഹമ്മദ് ദാവൂദ് ഖാനെതിരെ അട്ടിമറി നടത്തിയപ്പോൾ എല്ലാം കീഴ്മേൽ മറിഞ്ഞു. ഭൂമി പുനർവിതരണം, പ്രധാനമായും ഇസ്ലാമിക നിയമവ്യവസ്ഥയുടെ നവീകരണം എന്നിവയുൾപ്പെടെ രാജ്യം തയ്യാറാക്കാത്ത നിരവധി പരിഷ്കാരങ്ങൾ അവർ ഉടനെ ആരംഭിച്ചു. ശരത്കാലത്തോടെ രാജ്യത്തിൻ്റെ കിഴക്കൻ ഭാഗം കലാപകാരികൾ നിറഞ്ഞു. സംഘർഷം പാകിസ്ഥാൻ ധനസഹായത്തോടെയുള്ള മുജാഹിദീൻ വിമതരും പുതിയ സർക്കാരും തമ്മിലുള്ള ഒരു ആഭ്യന്തര യുദ്ധമായി വളർന്നു. സോവിയറ്റ് യൂണിയനാകട്ടെ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് അഫ്ഗാനിസ്ഥാനെ പിന്തുണച്ചു. ശീതയുദ്ധ സംഘർഷങ്ങൾ ഉയർന്നു വന്നതോടെ സോവിയറ്റ് നീക്കം ചേർക്കാൻ US വേഗത്തിൽ നീങ്ങി. മുജാഹിദീൻ വിമതരെ അവർ നിശബ്ദമായി പിന്തുണച്ചു. പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിലെ ഒരു ആന്തരിക പിളർപ്പ് നേതാവ് നൂർ മുഹമ്മദ് തരാക്കിയുടെ കൊലപാതകത്തിലും പുതിയൊരു PDPI നേതാവിൻ്റെ നിയമനത്തിലും കലാശിച്ചപ്പോൾ സോവിയറ്റ് യൂണിയൻ കുളം കലക്കാൻ തീരുമാനിച്ചു. അവർ സ്വന്തം ഭരണകൂടം അവിടെ സ്ഥാപിച്ചു.
മുജാഹിദീൻ വിമതർക്കുള്ള പിന്തുണ അമേരിക്ക ഇരട്ടിയാക്കി കോടിക്കണക്കിന് സാമ്പത്തിക സഹായങ്ങളും ആയുധങ്ങളും പാകിസ്ഥാനിലേക്ക് അയച്ചു. അവിടെ നിന്നും അയൽവക്കത്തുള്ള വിമതർക്ക് വിഭവങ്ങൾ എത്തിച്ചു. സോവിയറ്റ് അഫ്ഗാൻ യുദ്ധം എന്നറിയപ്പെടുന്ന ഈ സംഘർഷം 10 വർഷം നീണ്ടുനിന്നു. 2 ദശലക്ഷം അഫ്ഗാനിസ്ഥാനികൾ മരിച്ചു. വ്യോമാക്രമണങ്ങൾ നഗരങ്ങളെയും ഗ്രാമപ്രദേശങ്ങളെയും നശിപ്പിച്ചതോടെ 6 ദശലക്ഷം പേരെയോളം അഫ്ഗാനിസ്ഥാൻ നാടുകടത്തി. 1960കളിലെ അഫ്ഗാനിസ്ഥാൻ ആസ്വദിക്കാനും അനുഭവിക്കാനും തുടങ്ങിയ നല്ല റോഡുകളും കെട്ടിടങ്ങളും എല്ലാം നിലംപൊത്തി. അങ്ങനെ ആ വികസ്വര രാജ്യം ഇല്ലാതായി. ഇന്നേ വരെ അതിനെ തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുമില്ല. സോവിയറ്റ് യൂണിയൻ പിന്മാറിയതിന് ശേഷവും പോരാട്ടം തുടർന്നു. മുജാഹിദീൻ വിമതരിൽ ചിലർ പുതിയൊരു ഗ്രൂപ്പ് രൂപീകരിച്ചു, താലിബാൻ. അഫ്ഗാൻ കൂടുതൽ കുഴപ്പത്തിലേക്കും ഭീകരതയിലേക്കും കൂപ്പുകുത്തി. 60കളിലെ അഫ്ഗാനിസ്ഥാൻ്റെ അവസ്ഥ ഒരു അമേരിക്കൻ ഡോക്ടർ പകർത്തിയതിങ്ങനെ: 1967 അരിസോണ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ ബിൽ പോട്ട്ലിച്ചും കുടുംബവും വേനൽക്കാലം അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ആസ്വദിക്കാൻ തീരുമാനിച്ചു. 2ാം ലോക മഹായുദ്ധത്തിൽ സേവനമനുഷ്ഠിച്ച ശേഷം പോട്ട്ലിച്ച് സമാധാനം പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം യുനെസ്കോയുമായി ചേർന്ന് അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലെ ഹയർ ടീച്ചേഴ്സ് കോളേജിൽ 2 വർഷം ജോലി ചെയ്തത്. മക്കളായ ജാനും പെഗും ഭാര്യ മാർഗരറ്റും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ആധുനികവൽക്കരിക്കപ്പെട്ടതും സമാധാനപരവുമായ ഒരു അഫ്ഗാനിസ്ഥാനെ പകർത്തിയ അദ്ദേഹത്തിൻ്റെ കൊഡോക്രോം സിനിമ യുദ്ധത്തിൽ തകർന്ന രാജ്യത്തിൻ്റെ ഇന്ന് നാം കാണുന്ന ഭയാനകമായ ചിത്രത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാകുന്നു. അതുകൊണ്ടാണ് പെഗ് പോട്ട്ലിച്ചിൻ്റെ ദൃഷ്ടിയിൽ അവളുടെ പിതാവിൻ്റെ ഫോട്ടോകൾ അവിശ്വസനീയമാം വിധം പ്രാധാന്യമുള്ളതാകുന്നത്. ഈ ഫോട്ടോകൾ അഫ്ഗാനിസ്ഥാനെയും അവിടുത്തെ ജനങ്ങളെയും അവർ എങ്ങനെയായിരുന്നുവോ അതുപോലെ തന്നെ കാണാൻ ആളുകളെ പ്രേരിപ്പിക്കും. നമ്മെ വേർതിരിക്കുന്ന കാര്യങ്ങളെക്കാൾ മറ്റു രാജ്യങ്ങളിലെ ആളുകളുമായി നമുക്ക് കൂടുതൽ സാമ്യതകളുണ്ടെന്ന് അറിയേണ്ടത് പ്രധാനമാണെന്ന് പോട്ട്ലിച്ച് പറയുന്നു. അഫ്ഗാനിസ്ഥാന് ഇപ്പോൾ സംഭവിച്ചതിൻ്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ ബിൽ പോട്ട്ലിച്ച് തൻ്റെ ഫോട്ടോഗ്രാഫുകളിൽ പകർത്തിയ നാം ആരും കണ്ടിട്ടില്ലാത്ത ആ പഴയ അഫ്ഗാനിസ്ഥാനെ ഓർമ്മിക്കേണ്ടത് മുമ്പെന്നത്തേക്കാളും പ്രധാനമാണ്. US-ലെ മുൻ അഫ്ഗാൻ അംബാസഡറായിരുന്ന സെയ്ദ് തായിബ് ജാവേദിൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് പലരും അഫ്ഗാനിസ്ഥാനെ വ്യത്യസ്തമായ വീക്ഷണകോണുകളിൽ കാണുന്നു. അവസാനിക്കാത്ത രക്തരൂക്ഷിതമായ വിദ്വേഷങ്ങളുടെ ചരിത്രമുള്ള മത്സരഗോത്രങ്ങളുടെ ഒരു കൂട്ടമായാണ് കാണുന്നത്. രാജ്യത്തിൻ്റെ വംശീയ സംഘർഷങ്ങൾ പരിഹരിക്കാനാവാത്തതാണെന്നും ഒരുപക്ഷെ പരിഹരിക്കപ്പെടാനാവാത്ത ഘട്ടത്തിലേക്ക് എത്തിയെന്നും അതിൻ്റെ വിമർശകർ പറയുന്നു. എന്നാൽ താലിബാന് മുമ്പുള്ള അഫ്ഗാനിസ്ഥാനെക്കുറിച്ച് പോട്ട്ലിച്ചിൻ്റെ ഫോട്ടോകൾ ഇത് ശരിയല്ലെന്ന് കാണിക്കുന്നു. 60കളിൽ താലിബാന് മുമ്പുള്ള അഫ്ഗാനിസ്ഥാൻ ഇന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി സമൃദ്ധിയും സമാധാനവും അനുഭവിച്ചിരുന്നു. ഗ്രൂപ്പുകൾ വിയോജിക്കുന്നു എന്നതുകൊണ്ട് പരിഹാരം അസാധ്യമാണെന്ന് അർത്ഥമാക്കുന്നില്ല. എല്ലാത്തിനുമുപരി മിസ്റ്റർ ജാവാദ് നർമ്മം കലർന്ന രീതിയിൽ പറഞ്ഞു, അഫ്ഗാനിസ്ഥാനിൽ ന്യൂയോർക്കിനേക്കാൾ ഗോത്രങ്ങൾ കുറവാണ്. വർത്തമാനകാല അഫ്ഗാനിസ്ഥാനിലെ അവസ്ഥകൾ നിങ്ങൾക്കറിയാവുന്നതാണല്ലോ. അതുമായി ഈ ചിത്രങ്ങളെ നിങ്ങളൊന്ന് താരതമ്യം ചെയ്ത് നോക്കുക. ഒരു ജനതയുടെ രക്ഷപ്പെടാനുള്ള സ്വപ്നങ്ങൾ പൊലിഞ്ഞുപോയ ഒരു കഥ നിങ്ങൾക്ക് ഈ ചിത്രങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാം. കൂടുതൽ അറിവുകൾക്കും കൗതുക വാർത്തകൾക്കും ഭൂലോകം TV സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നന്ദി, നമസ്കാരം.